വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും. സമൃദ്ധമായി. എപ്പോഴും ഈ സമൃദ്ധി എന്നുള്ള വാക്കിനെ നമ്മൾ വളരെയധികം ധ്യാനിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിൽ ധാരാളം സ്ഥലത്ത് കാണുന്ന ഒരു രഹസ്യമാണ്, ദൈവം എന്ത് നൽകുന്നുവോ അത് ഒരു റേഷൻ കടയിൽ നൽകുന്ന മാതിരിയല്ല നൽകുന്നത്, മറിച്ച് സമൃദ്ധമായിട്ട് നൽകുന്നു. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ അവർ വിശന്ന് വലഞ്ഞ് ഇങ്ങനെ ഭക്ഷണമില്ലാതെ നടക്കുമ്പോൾ സമൃദ്ധമായിട്ടിതാ അപ്പം വർഷിക്കപ്പെടുന്നു. സമൃദ്ധം, എല്ലാവർക്കും സമൃദ്ധമായിട്ട്. അത് തന്നെയാണ് പുതിയ നിയമത്തിൽ ഈശോ ഇതാ അപ്പം വർദ്ധിപ്പിച്ചു. എല്ലാവർക്കും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി? മിച്ചം വന്നിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ മിച്ചം വെപ്പിച്ചത്? ദൈവത്തിന് അത് കൃത്യം സമാസമം ആക്കി അവസാനിപ്പിക്കാമായിരുന്നില്ലേ? ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെ കൃത്യം നൽകുന്നതല്ല, മറിച്ച് സമൃദ്ധമായി നൽകുക. കൃത്യം നൽകുന്നതല്ല, മറിച്ച് മിച്ചം വെക്കുന്ന സ്വഭാവം. എന്ത് ദൈവം നമുക്ക് നൽകുന്നുവോ അത് ദൈവം എങ്ങനെ നൽകുന്നു? സമൃദ്ധമായി നൽകുന്നു. അളന്നല്ല ദൈവം ആത്മാവിനെ നൽകുന്നത്. ചോദിക്കുവിൻ നിങ്ങൾക്കു ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അളന്നല്ല ദൈവം ആത്മാവിനെ നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ഇതാണ്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് ഗോഡ് ഡു നോട്ട് റേഷൻ ദ സ്പിരിറ്റ്. റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? നമുക്ക് എളുപ്പം മനസ്സിലാവും. റേഷൻ കടയിൽ കൊടുക്കുന്ന മാതിരി നിനക്ക് കാർഡ് കൊണ്ടുവന്ന് നിന്റെ കാർഡിൽ ഇത്ര ആൾക്കനുസരിച്ച് ഇത്ര യൂണിറ്റ് നിനക്ക് കിട്ടാൻ അവകാശമുള്ളൂ, അത് നീ കൊണ്ടുപോയിക്കോ, അതിൽ ഒരു യൂണിറ്റ് പോലും കൂടുതൽ തരില്ല. അങ്ങനത്തെ ഒരു റേഷൻ സമ്പ്രദായം അല്ല. അളന്നല്ല ദൈവം ആത്മാവിന് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അളവില്ലാതെ സമൃദ്ധമായി ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് വർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ, the inexhaustible source, from the inexhaustible source എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിലയ്ക്കാത്ത അക്ഷയമായ അനന്തമായ ആ ജീവജലത്തിൻ്റെ അരുവി നമ്മുടെ ആത്മാവിലേക്ക് അങ്ങ് കണക്ട് ചെയ്യും, നമ്മുടെ ആത്മാവിലേക്ക് അങ്ങ് ഒഴുക്കും. നമ്മുടെ ആത്മാവ് ആ ജീവജലത്തിൻ്റെ അരുവിയുടെ ഒരു ചാനലായിട്ട് മാറണം. ജീവജലത്തിൻ്റെ അരുവി നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ആത്മാവ് ജീവജലത്തിൻ്റെ അരുവിയുടെ ഒരു അരുവിയായിട്ട് മാറും. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സമൃദ്ധിയായി ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഈ ജീവജലത്തിന്റെ അരുവി നിറഞ്ഞു കവിഞ്ഞൊഴുകുക, അല്ലെങ്കിൽ ജീവജലത്തിന്റെ അരുവി നിന്നിലെ ഒഴുകി നിന്റെ ആത്മാവിൽ ദൈവജീവൻ ലയിപ്പിക്കുമ്പോഴാണ്, നമ്മുടെ ആത്മാവിൽ ആ ദൈവിക ജീവൻ നിറയുമ്പോഴാണ് സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമൃദ്ധി, ആ സമൃദ്ധി എന്ന് പറയുമ്പോൾ സൃഷ്ടാവാണ്. സൃഷ്ടാവ് എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും നമുക്ക് നൽകുന്നു. ആദ്യം നമ്മുടെ ആത്മാവിലുള്ള വിശുദ്ധിയുടെ സമൃദ്ധി, നമ്മുടെ ആത്മാവിലുള്ള ദൈവിക സത്തയുടെ സമൃദ്ധി, അതിന് തുടർച്ചയായിട്ട് നമ്മുടെ മറ്റ് ഭൗതിക മേഖലകളിലും സമൃദ്ധി ഉണ്ടാകും. അതാണ് ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അത് സമൃദ്ധമാക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം താനേ സമൃദ്ധമായിക്കൊള്ളും. അപ്പോൾ സമൃദ്ധി ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സമൃദ്ധി ആദ്യം ഉണ്ടാകേണ്ടത് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ, ദൈവിക ജീവൻ നമ്മുടെ ജീവനിൽ സമൃദ്ധമാകണം.
അതാണ് ആദ്യം തന്നെ ഈശോ സുവിശേഷ പ്രഘോഷണത്തിൽ മലയുടെ പ്രസംഗത്തിൽ ആദ്യം നൽകിയ സന്ദേശം ഇതാണ്. മലയിലെ പ്രസംഗത്തിൽ മത്തായി 5-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനത്തിൽ പറഞ്ഞത് എന്താണ്? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അതായത് ആരുടെ ആത്മാവിൽ ഇപ്പൊ ദാരിദ്ര്യമുണ്ടോ അത് സമുദ്രമാക്കപ്പെടും. അവിടെ ദൈവാത്മാവ് ഒഴുകി ആ ആത്മാവിൽ ദൈവത്തിന് സമൃദ്ധി നൽകും. ആത്മാവിൽ ദാരിദ്ര്യമുണ്ടോ? ഉണ്ട് എന്ന് നിങ്ങൾ പറയണം. എൻ്റെ ആത്മാവിൽ ദാരിദ്ര്യമുണ്ടേ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ സമൃദ്ധി അവിടെ വരും. അല്ല, എനിക്കിപ്പോൾ കുറവൊന്നുമില്ല, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, എനിക്കൊരു കുറവില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുള്ളൂ? ശരി, എന്നാൽ നിനക്ക് വേറെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സമൃദ്ധി ഉണ്ടാവുമോ? സമൃദ്ധി ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ സമൃദ്ധിക്ക് വേണ്ടി ദാഹിക്കുക. എൻ്റെ ആത്മാവ് ദൈവമേ അങ്ങയുടെ ആത്മാവിൽ നിറയണം. ദൈവത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്നെ തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തും. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നത് ചെയ്യുള്ളൂ അങ്ങനെയുള്ള ചില കണിശമായ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയുള്ള ഒരു ജീവിതത്തിലല്ല ദൈവിക സമൃദ്ധി. മറിച്ച് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയിൽ ശരണം വെച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തിയിലൂടെ മാത്രമേ എൻ്റെ ജീവിതം സമൃദ്ധമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നിറഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ദൈവത്തിൻ്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരത്തെ ലക്ഷ്യം വെക്കണം പൂർണ്ണമായിട്ടും. ദൈവം നമുക്ക് അതിനുവേണ്ടി ചില ഉടമ്പടികൾ നൽകിയിട്ടുണ്ട്, ചില പദ്ധതികൾ നൽകിയിട്ടുണ്ട്. ചില പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതിന്റെ അവസാനം പറഞ്ഞത് എന്താണ്? ദൈവം അതിനുവേണ്ടി നമുക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ. അപ്പോൾ ദൈവിക ശക്തി നമ്മിലേക്ക് ഒഴുകുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണോ? അല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അവിടെ. എന്താ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ വലിയ ഒരു രഹസ്യമാണ്. പഴയ നിയമത്തിൽ ധാരാളം സ്ഥലത്ത് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് ഉടമ്പടി. ഈ ഉടമ്പടി എന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും അത് മറ്റൊരു വലിയ രഹസ്യമാണ്. ആ രഹസ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി പ്രകാരവും ദൈവവും മനുഷ്യനുമായിട്ട് ക്രിസ്തുവിൽ ഉള്ള ഉടമ്പടി പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നു. മറ്റനേകം പേർ ഒരുപാട് നാൾ ഉപവസിച്ച് ബലിയർപ്പിക്കാൻ പോകുന്നു മറ്റു മതങ്ങൾ. നമ്മൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഇതാ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് യേശു ഇങ്ങോട്ട് പറയുകയാണ്, ഇതാ ഇതെന്റെ ശരീരമാകും, ഇത് നീ സ്വീകരിക്കുക. ഇതെന്റെ രക്തമാകും. This is my blood, the new and everlasting covenant for the forgiveness of your sins. നൂതനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട എൻ്റെ രക്തം, ഇതാ സ്വീകരിക്കുവിൻ. ഇപ്പോൾ എന്താ നമ്മുടെ പ്രാർത്ഥന? ഇപ്പൊ എന്താ ഇതിന്റെ പ്രതികരണം? എന്താ നമ്മൾ ഇതിന് പ്രതികരിക്കുക? അതാണ് ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താ നമ്മുടെ പ്രതികരണം? ഇതാ നിങ്ങളുടെ നേരെ ദൈവം കരം നീട്ടുകയാണ്, ഇതെന്റെ രക്തമാണ്, പുതിയ ഉടമ്പടിയിലുള്ള രക്തം, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ള രക്തം ഇതാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ രക്തം കർത്താവ് തൻ്റെ കാസയും പിലാസയും നമ്മിലേക്ക് നീട്ടുമ്പോൾ നിങ്ങളുടെ പ്രത്യുത്തരം എന്താ? എന്താ പ്രത്യുത്തരം? എൻ്റെ കർത്താവേ, ശരിയായിരിക്കാം, പക്ഷെ എന്താ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ വരുന്ന ഒരു ആവേശം?
നിങ്ങൾ കരം നീട്ടി അതിനെ സ്വീകരിക്കുക. അതാണ് ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവം തൻ്റെ ജീവന്റെ കാസയും വിലാസയുമായി നമുക്ക് നേരെ നിൽക്കുകയാണ്. ഇന്നാ ഇത് നീ സ്വീകരിക്കുക. ഒന്ന് കൈനീട്ടിയേ, ഇങ്ങോട്ടേക്ക് ഒന്ന് കൈനീട്ടിയേ, എല്ലാവരും ഒന്ന് കൈനീട്ടിയേ. കണ്ടോ, ഇപ്പൊ നിങ്ങൾ അത് കൈനീട്ടുന്നതിനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. കൈനീട്ടുന്നതിന് പ്രാർത്ഥന. പക്ഷെ ഇപ്പൊ കൈനീട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ കൈനീട്ടിയിരിക്കുന്നത്? സ്വീകരിക്കാൻ വേണ്ടിയാണ്. ദൈവം നൽകുന്ന ഈ ദാനത്തെ സ്വീകരിക്കുമ്പോഴാണ്. സ്വീകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മളിവിടെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും യാചിക്കുമ്പോഴും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുവിൻ. When you pray, believe that you have already received it. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കുക? നിങ്ങൾക്കിത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു? നിങ്ങളുടെ പിതാവ് നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ ഉടമ്പടി ചെയ്തിരിക്കുന്നു, വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ വാഗ്ദാനങ്ങൾ നിന്ന് ഒരിക്കലും പിന്മാറുക ദൈവത്തിന് സാധ്യമല്ല. ആ വാഗ്ദാനം ദൈവം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷാകര പദ്ധതിയിലൂടെ യേശുക്രിസ്തുവിന്റെ ജീവൻ, ദൈവിക ജീവൻ നമുക്ക് നൽകിക്കൊണ്ട് ആ പദ്ധതി ദൈവം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കത് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്കിത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഇത് ഇപ്പൊ പറയുന്നത് ഇന്ന് ഈ ആശയത്തോടു കൂടി ഒന്ന് കുർബാന അർപ്പിച്ചൊന്ന് നോക്കി കണ്ടോ, നമ്മുടെ ആത്മാവിൽ നിറവുണ്ടാകണത്. അപ്പോൾ മറ്റുള്ള എല്ലാ മതങ്ങളിലും ഇല്ലാത്ത ഒന്ന് ഉടമ്പടിയാണ്. ഉടമ്പടി ദൈവം ഉടമ്പടി പ്രകാരം നമുക്ക് നൽകാനുള്ള ആ ദൈവത്തിൻ്റെ ജീവൻ ആയിട്ടിങ്ങനെ നമ്മെ നോക്കി നിൽക്കുകയാണ്. വരുവിൻ, എൻ്റെ അടുത്തേക്ക് വരുവിൻ, എന്നിൽ നിന്ന് കുടിക്കുവിൻ, എന്നിൽ നിന്ന് ഭക്ഷിക്കുവിൻ. ആര് ഇത് ഭക്ഷിക്കുന്നുവോ അവനിൽ ഞാൻ വസിക്കും. ഇപ്പൊ നമ്മുടെ എന്ത് പ്രാർത്ഥനയാ? നമ്മളിവിടെ മസിൽ പിടിച്ച് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മറിച്ച് എന്ത് വിചാരിക്കണം? എന്ത് വേണം? ഈ ഉടമ്പടിയുടെ രഹസ്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഞാൻ പള്ളിയിൽ പോകണതേ അവിടെ നിന്ന് കർത്താവ് അവിടെ വെച്ച് നോക്കിയിരിക്കുകയാണ് എന്നെ, അതൊന്നും ഇങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടി പോണതാ. ആ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴേ വിശുദ്ധീകരണം നടക്കുകയുള്ളൂ. അപ്പോഴേ വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണത വരുന്നുള്ളൂ. എന്നിട്ട് പോണ സമയത്ത് കർത്താവിന് നന്ദി അർപ്പിക്കണം. അതാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം അല്ലെങ്കിൽ യൂക്കറിസ്റ്റ് എന്ന് പറയുന്നത്. താങ്ക്സ് ഗിവിംഗ് ഫോർ ഓൾ ദാറ്റ് വാട്ട് ഹി ഹാസ് ഗിവൻ ടു us. ദൈവം നമുക്ക് ഓൾറെഡി നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ നന്ദി പറഞ്ഞാൽ മതി. അപ്പോൾ നന്ദി പറയുമ്പോൾ നമ്മളത് സ്വീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതെല്ലാം ഇനി ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കണം. എങ്ങനെയാണ് ഈ ഉടമ്പടി പൂർണ്ണമായിട്ട് നമ്മളിൽ സ്ഥാപകമാകുന്നത്? ഈ വാഗ്ദാനം പ്രകാരമുള്ള ദൈവിക സത്ത നമ്മളിൽ എങ്ങനെ ഒഴുകുന്നു? എങ്ങനെയാണ് അത് നമ്മുടെ ആത്മാവിന് ശക്തി നൽകുന്നത്? എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ പൂർണ്ണത നമ്മളിലേക്ക് ഒഴുകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ വളർച്ചാ ധ്യാനത്തിൻ്റെ മറ്റൊരു പ്രമേയം വിശുദ്ധ കുർബാനയിലൂടെയുള്ള വിശുദ്ധീകരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭ, ലോകമെല്ലാം പ്രഘോഷിക്കുന്ന ഈ ദൈവിക രഹസ്യം പരിശുദ്ധ പിതാവ് പുതിയ ലേഖനങ്ങളും പുതിയ ചാക്രിയ ലേഖനങ്ങളും പുതിയ നിർദ്ദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ദൈവ ജനതയെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ ദൈവിക ജീവന്റെ പൂർണ്ണത, ദൈവിക ജീവന്റെ വിശുദ്ധീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ പൂർണ്ണമായിട്ട് എന്നുള്ളതാണ്. ഒരുപക്ഷേ വിശുദ്ധീകരണ ധ്യാനം കൂടിയിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് കൂടിയിട്ടുള്ളവർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. വിശുദ്ധ കുർബാനയിലൂടെ ഉള്ള വിശുദ്ധീകരണം എന്നുള്ള ആ ക്ലാസ് ഇല്ലേ?
അന്ന് നമ്മൾ എത്ര പ്രാവശ്യം ഇതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും ഭക്തിപൂർവം വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അന്നു മുതൽ വിശുദ്ധ ബലിയുടെ ഒരു പുതുമയും ഒരു ശക്തിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വാഗ്ദാന പ്രകാരമുള്ള, അങ്ങയുടെ ഉടമ്പടി പ്രകാരമുള്ള ആ നിത്യജീവൻ എൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കണമേ. എൻ്റെ ആത്മാവ് ദൈവിക ജീവനാൽ സമ്പൂർണമാക്കപ്പെടുന്നതിന് എൻ്റെ വിശ്വാസത്തെ വളർത്തണമേ. എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ കൃപാവരം ഒഴുക്കി എൻ്റെ ആത്മാവിനെ കരുത്തുള്ളതാക്കണമേ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളെയും ചെറുത്തു നിൽക്കുന്നതിനും ആ പ്രലോഭനങ്ങളെല്ലാം ചവിട്ടി താഴ്ത്തുന്നതിനും ആ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പുതിയ ബോധ്യങ്ങൾ നൽകണമേ. പുതിയ ബോധ്യങ്ങളെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ. എല്ലാവരും സ്വതന്ത്രമായി സ്തുതിക്കുക. ഒരു കരം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട്, ഒരു കരം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഒരു കരം ഉയർത്തി സ്തുതിക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സമ്പൂർണതയാൽ പൂരിതമാക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ നിറയണമേ. ദൈവത്തിന്റെ ഉടമ്പടി പ്രകാരമുള്ള ജീവൻ എന്നിലേക്ക് ഒഴുക്കണമേ. ആ ഉടമ്പടി പ്രകാരമുള്ള ദൈവിക ജീവൻ എനിക്ക് നൽകണമേ. ദൈവത്തിന്റെ ഉടമ്പടി എന്നിൽ പൂർണ്ണമാക്കണമേ. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരമുള്ള ദൈവിക സ്വഭാവം എനിക്ക് നൽകണമേ. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലൂടെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അശുദ്ധിയെയും ഞാൻ തിരസ്കരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളെയും ഞാൻ തിരസ്കരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നിലുള്ള എല്ലാ കോപാസക്തികളെയും ഞാൻ തിരസ്കരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാരത്തെയും എല്ലാ ജഡിക പ്രവണതകളെയും ഞാൻ തിരസ്കരിക്കുന്നു. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അശുദ്ധാത്മാവിനെയും എല്ലാ അശുദ്ധ ശക്തികളെയും ഞാൻ തിരസ്കരിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരസ്കരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണം വയ്ക്കുക. ദൈവമേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. അങ്ങയുടെ ശക്തിയിൽ ഞാൻ ശരണപ്പെടുന്നു. അങ്ങയുടെ അനന്തമായ ശക്തി എൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കണമേ. അങ്ങയുടെ അനന്തമായ ശക്തി, അങ്ങയുടെ അനന്തമായ ശക്തി, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം, അങ്ങയുടെ അമൂല്യമായ ശക്തി എന്നിലേക്ക് ഒഴുക്കണമേ. ഞാൻ അങ്ങേക്ക് അമൂല്യനാണ്. അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അവിടുത്തെ കൃപാവരം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ പ്രത്യാശ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശപ്പെടുന്നു, അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശപ്പെടുന്നു, ശരണപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ധന്യവാദ്, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. താങ്ക് യു ജീസസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.